എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഗൾഫിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് UAE ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണാവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ജോലി ഒഴിവുകളുണ്ട്. ഒരു കാര്യം എടുത്തു പറയട്ടെ, ഇതിനിടയിൽ ഏജൻസിയോ അല്ലെങ്കിൽ മറ്റു തേർഡ് പാർട്ടിയോ ഒന്നും തന്നെ ഉണ്ടാവില്ല. യാതൊരു എക്സ്പെൻസും ഇല്ലാതെ നിങ്ങൾക്ക് ജോലി നേടാം. ഇവർ ചോദിച്ചുള്ള യോഗ്യത കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ. കാരണം ഇത് ഡയറക്റ്റ് കമ്പനി റിക്രൂട്ട്മെൻ്റ് ആണ്. ഇതിനിടയിൽ ഏജൻസികളോ മറ്റൊന്നും തന്നെയില്ല. നിങ്ങളും കമ്പനി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വീഡിയോ മുഴുവനായിട്ട് കാണുക. ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും, നിങ്ങളുടെ സംശയങ്ങളാണെങ്കിലും, നിങ്ങളുടെ അഭിനന്ദനങ്ങളാണെങ്കിലും, നിങ്ങളുടെ വിമർശനങ്ങളാണെങ്കിലും എന്താണെങ്കിലും തന്നെ വീഡിയോ അവസാനം വരെ കണ്ട ശേഷം മാത്രം നിങ്ങൾ പങ്കുവെക്കുക, കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കാരണം വീഡിയോ മുഴുവനായിട്ട് കാണാതെ ഒരുപാട് പേര് കമൻറ്റ് എഴുതുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യം നിങ്ങൾക്ക് വരില്ല. കാരണം ഇത് യാതൊരു തരത്തിലും ഫേക്ക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അല്ല. അങ്ങനെയുള്ള ഒരു സംഭവം നമ്മൾ ചെയ്യാറില്ല. 100% വിശ്വസിക്കാം. കാരണം കമ്പനി അവരുടെ ഒഫീഷ്യൽ പോർട്ടൽ, വെബ് പോർട്ടിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു വേക്കൻസികളാണ് ഞാൻ ഈ പറയുന്നതെല്ലാം തന്നെ. അപ്പോൾ എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത്, ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കാം, ഏകദേശം സാലറി, മറ്റു ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു കാര്യം കൂടെ എടുത്ത് പറയാം. ഇവിടെ കമ്പനി സാലറി കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. എങ്കിലും നിലവിൽ UAE ഈ പറഞ്ഞിട്ടുള്ള യോഗ്യതയുള്ളവർക്ക് അതായത് മേഖലകളിൽ എത്ര രൂപ സാലറി കിട്ടും എന്നുള്ളത് ഏകദേശം ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ള കണക്കാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. 100% ഇത് കമ്പനി പറഞ്ഞിട്ടുള്ള സാലറിയോ മറ്റോ കാര്യങ്ങളല്ല, ഏകദേശം സാലറി മാത്രമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ എന്തൊക്കെയാണെന്ന്. അബുദാബി എയർപോർട്ടിലേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവ് എന്നൊരു പോസ്റ്റിലേക്കാണ്. സ്ത്രീകളെയും പുരുഷന്മാരെയും ഇവിടെ പരിഗണിക്കുന്നുണ്ട്. ഹൈസ്കൂൾ ക്വാളിഫിക്കേഷനുള്ള ഡിപ്ലോമയുള്ള യുവാക്കൾക്ക് അവസരം. ഇവിടെ മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് കമ്പനി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരിക്കണം. സ്ത്രീകളെയും പുരുഷന്മാരെയും പരിഗണിക്കുന്നുണ്ട്. ഈ കസ്റ്റമർ സർവീസ് അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ അഡ്വാൻറ്റേജ് ആയിരിക്കും. അതായത് നിങ്ങൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ഇവിടെ സാലറി നിങ്ങൾക്ക് വരുന്നത് ഏകദേശം 2000 അല്ലെങ്കിൽ 2000 മുതൽ 4000 UAE ദിർഹം വരെ ആയിരിക്കും. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വരുന്നത്. അതേപോലെ തന്നെ 21-നും 35-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് ഇവിടെ പരിഗണിക്കുന്നത്. രണ്ടാമത്തെ വേക്കൻസി വന്നിട്ടുള്ളത് ടാലൻറ്റ് അക്വിസിഷൻ മാനേജർ എന്നൊരു പോസ്റ്റിലേക്കാണ്. ഇവിടെ ബാച്ചിലർ ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള CIPD സർട്ടിഫിക്കേഷനുള്ള മിനിമം 7 വർഷത്തെങ്കിലും ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രഷറിനെ പരിഗണിക്കില്ല. 1-2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് കാര്യമില്ല. മിനിമം 7 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇവിടെ ഈ 45 വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത്. ഇവിടുത്തെ സാലറി നിങ്ങൾക്ക് ഉണ്ടാവുക ഏകദേശം 8000 UAE ദിർഹം മുതൽ 18000 UAE ദിർഹം വരെയായിരിക്കും നിങ്ങൾക്ക് സാലറി ആയിട്ട് ഉണ്ടാവുക. അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി സീനിയർ അക്കൗണ്ടന്റ് എന്നൊരു പോസ്റ്റിലേക്കാണ്. ബാച്ചിലർ ഡിഗ്രി അക്കൗണ്ടിങ്ങിൽ അല്ലെങ്കിൽ ഫിനാൻസിൽ ഉള്ള മിനിമം 4 വർഷത്തെ ഓഡിറ്റ് മാനേജ്മെന്റ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ ഒരു വേക്കൻസിക്കായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ പ്രായപരിധി വരുന്നത് 25-നും 40-നും ഇടയിൽ പ്രായം ഉണ്ടായിരിക്കണം എന്നതാണ്. 6000 UAE ദിർഹം മുതൽ 14000 UAE ദിർഹം വരെയായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക. കൂടാതെ ഡാറ്റ എൻട്രി മേഖലയിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവരെ മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്കായിട്ട് പരിഗണിക്കുന്നുള്ളൂ. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജോലിക്കായിട്ട് അപ്ലൈ ചെയ്തോളൂ. വീഡിയോയുടെ അവസാനം ഞാൻ പറയാം എങ്ങനെ ഇതിലേക്ക് അപേക്ഷിക്കാം എന്നുള്ളത്. അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വന്നിട്ടുള്ള 4ാമത്തെ വേക്കൻസി കോർപ്പറേറ്റ് ഫിനാൻസ് ആൻഡ് അനാലിസിസ് മാനേജർ എന്നൊരു പോസ്റ്റിലേക്കാണ്. ഫിനാൻസിൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൽ നിങ്ങൾക്ക് ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം. സ്ത്രീകളെയും പുരുഷന്മാരെയും ഇവിടെ പരിഗണിക്കുന്നുണ്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട യോഗ്യത ഇവിടെ ബാച്ചിലർ ഡിഗ്രി ഫിനാൻസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അതേപോലെ MBA ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ഇതിന് കൂടാതെ CA, CPA, CMA എന്നിവയിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കേഷനും ഉണ്ടായിരിക്കണം, എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. സാലറി ഏകദേശം 10000 UAE ദിർഹം മുതൽ 20000 UAE ദിർഹം വരെയാണ്. മിനിമം ഈ ഒരു മേഖലയിൽ 7 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. GCC എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 30-നും 45-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയുമാണ് ഈ ഒരു പോസ്റ്റിലേക്കായിട്ട് പരിഗണിക്കുന്നത്. അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വന്നിട്ടുള്ള 5ാമത്തതും അവസാനത്തതുമായിട്ടുള്ള വേക്കൻസി സേഫ്റ്റി സീനിയർ ഓഫീസർ എന്നൊരു പോസ്റ്റിലേക്കാണ്. ബാച്ചിലർ ഡിഗ്രി ഉള്ള ആളുകളെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക്, അതായത് സേഫ്റ്റി മാനേജ്മെൻറ്റിൽ അല്ലെങ്കിൽ ഏവിയേഷൻ മാനേജ്മെൻറ്റിൽ അല്ലെങ്കിൽ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം. മിനിമം 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഇതേ മേഖലയിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും ഇവിടെ പരിഗണിക്കുന്നുണ്ട്. 25-നും 40-നും ഇടയിലായിരിക്കണം നിങ്ങളുടെ പ്രായം. 6000-നും 13000-നും അതായത് 6000 UAE ദിർഹത്തിനും 13000 UAE ദിർഹത്തിനും ഇടയിലായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക.
ഒരിക്കൽ കൂടെ ഞാൻ പറയാം, ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള സാലറി കാര്യങ്ങൾ കമ്പനി അറിയിച്ചിട്ടുള്ള സാലറി അല്ല. ഇതുപോലെയുള്ള വലിയ കമ്പനിയിൽ നോർമലി ഈ പറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കിട്ടുന്ന ഏകദേശം സാലറി എൻ്റെ അറിവനുസരിച്ചുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് ജോലി നേടാൻ കഴിഞ്ഞാൽ കിട്ടാവുന്ന ബെനിഫിറ്റുകൾ കൂടെ ഞാനൊന്ന് പറഞ്ഞു പോവാം. അക്കോമഡേഷൻ, ഫ്രീ അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കും, മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടായിരിക്കും, ആനുവൽ ലീവ് നിങ്ങൾക്ക് 30 ദിവസം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ എയർ ടിക്കറ്റ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻഡ് ഓഫ് സർവീസ് ബോണസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇൻസെൻറ്റീവും കമ്പനി അല്ലെങ്കിൽ ബോണസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ബെനിഫിറ്റുകളെല്ലാം ഈ ഒരു കമ്പനിയിൽ ജോലി നേടാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഈ ഒരു ജോലിക്കായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ പറയാം. ഞാൻ വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, ഇത് ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ്, ഏജൻസി കാര്യങ്ങളൊന്നും തന്നെ ഇതിലില്ല. അബുദാബി എയർപോർട്ട് ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്ന വേക്കൻസികളാണെന്ന്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. അവരുടെ ഒഫീഷ്യൽ ജോബ് പോർട്ടലിലേക്ക് നിങ്ങൾക്ക് കയറാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള 5 വേക്കൻസികൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓപ്പൺ വേക്കൻസിയാണ്, ഏത് രാജ്യക്കാർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നാലും ഒരു കാര്യം കൂടെ ഞാൻ പറയാം, നോർമലി ഇതുപോലെയുള്ള വലിയ കമ്പനികൾ ഓരോ പോസ്റ്റിലേക്കും ചില രാജ്യക്കാർക്ക് മുൻഗണന നൽകാറുണ്ട്. ചില രാജ്യക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അത് എങ്ങനെ എന്തെന്നുള്ളത് നമുക്കറിയില്ല. നമ്മുടെ ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് നിങ്ങളോട് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും ഫ്രീ റിക്രൂട്ട്മെന്റ് ആണല്ലോ, അപേക്ഷിക്കാൻ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള എക്സ്പെൻസും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള യോഗ്യത കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ഒരു അവസരം പാഴാക്കരുത്. ആ ഒരു പേജിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒഫീഷ്യൽ പോർട്ടൽ നിങ്ങൾക്ക് പോകാൻ കഴിയും. അവിടെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള വേക്കൻസികൾ കാണാൻ കഴിയും. അവിടെ നിങ്ങൾക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ള ജോലി ഏതാണോ അതിന് മുകളിലായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതിന് പുറമെയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. അവിടെ താഴെയായിട്ട് അപ്ലൈ ചെയ്യുന്നൊരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് ജോലിക്കായിട്ട് നിങ്ങളുടെ CV-യും ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. CV അയച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ATS ഫ്രണ്ട്ലി CV മാത്രം അയച്ചു കൊടുക്കുക. മറ്റ് CVs നിങ്ങൾ അയച്ചു കൊടുക്കരുത്. ATS ഫ്രണ്ട്ലി CV നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്കൊരു ATS ഫ്രണ്ട്ലി CV നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ജോലിക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ള അവസരം പാഴാക്കരുത്. മികച്ച അവസരമാണ്, ജീവിതം സെറ്റാവാൻ ഇത് മാത്രം മതിയാവും.